അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിൻ്റെ മുന്നോടിയായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റമദാൻ പഠന കോഴ്സിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നോമ്പിൻ്റെ വിധിവിലക്കുകൾ, നോമ്പിൻ്റെ അഹ്കാമുകളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് നമ്മൾ നോമ്പ് മുറിയുന്ന, നോമ്പ് ബാത്തിലാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ, മനസ്സിലാക്കാൻ, അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് പഠിക്കുന്ന വിഷയത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ, ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോമ്പ് ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ 2 രീതിയിൽ നമ്മൾ പഠിക്കണം. നോമ്പ് ദുർബലമാക്കുന്ന, ബാത്തിലാക്കുന്ന കാര്യങ്ങൾ 2 രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്ന്, നോമ്പ് ദുർബലമാക്കുകയും പിന്നീട് നോമ്പ് നോറ്റുവീട്ടൽ നിർബന്ധമാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. നോമ്പ് ദുർബലമായി, എന്നാൽ ആ നഷ്ടപ്പെട്ട നോമ്പ് എന്ത് ചെയ്യണം? പിന്നീട് നോറ്റുവീട്ടണം. അതേതൊക്കെയാണെന്ന് നമുക്ക് വിശദീകരിക്കാം. രണ്ടാമത്തേത്, നോമ്പ് ദുർബലപ്പെടുത്തുകയും പിന്നീട് നോറ്റുവീട്ടുകയും പ്രായശ്ചിത്തം അഥവാ കഫാറത്ത് നിർബന്ധമാക്കുകയും ചെയ്യപ്പെടുന്ന നോമ്പുണ്ട്. മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോമ്പ് നമുക്ക് നഷ്ടമാകാം ഒരു പക്ഷേ. അങ്ങനെ നഷ്ടമായാൽ അവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, നഷ്ടമായ നോമ്പുകൾ എന്ത് ചെയ്യണം? മറ്റൊരു സമയത്ത് നോറ്റുവിട്ടണം. ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ നോമ്പ് മുറിയും, ചില കാര്യങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ നോമ്പ് മുറിയും. ആ നഷ്ടമായ, മുറിയുന്നതോടുകൂടെ നഷ്ടമായ നോമ്പ് പിന്നീടൊരു സമയത്ത് എന്ത് ചെയ്യണം? നോറ്റുവീട്ടണം. അതാണ് ഒരു വിഭാഗം. രണ്ടാമത്തേതോ, ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ നോമ്പ് മുറിയും. ആ നോമ്പ് മുറിഞ്ഞാൽ അത് നോറ്റുവീട്ടണം, അതോടൊപ്പം തന്നെ കഫാറത്ത് നൽകുകയും വേണം. അതുകൊണ്ട് തന്നെ ഇത് ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും പഠിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, നോമ്പ് മുറിയുന്ന വിഷയങ്ങൾ, അതിൽ സാധാരണ പണ്ഡിതന്മാർ പറയും 5 കാര്യങ്ങൾ സംഭവിച്ചാൽ നോമ്പ് മുറിയും എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമല്ല, അഭിപ്രായ വ്യത്യാസം, എല്ലാവരും ഇജ്മാ ഉള്ള വിഷയമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ അതിലാർക്കും തർക്കമല്ല. ഇപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന വിഷയത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഫുഖഹാക്കളായ ആളുകൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ 60ഓളം കാര്യങ്ങൾ എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളായി 60-ലധികം കാര്യങ്ങൾ എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസമില്ലാത്ത 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങൾ സംഭവിച്ചാൽ നോമ്പ് മുറിയും എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല. ഏതൊക്കെയാണ് ആ 5 കാര്യങ്ങൾ? ഒന്ന്, അക്കലാണ്, അഥവാ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നോമ്പിനെ മുറിക്കുന്ന കാര്യമാണ്. റമദാനിൻ്റെ പകലിൽ, അഥവാ ഫജ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ മനഃപൂർവ്വം ഒരാൾ ഭക്ഷിക്കുകയാണ് എങ്കിൽ അയാളുടെ നോമ്പിനെ അത് മുറിച്ച് കളയും. രണ്ടാമത്തേത് ഷുർബാണ്, വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിച്ചാലും എന്ത് ചെയ്യും? അയാളുടെ നോമ്പ് ബാത്തിലാകും. അതേപോലെ തന്നെ ജിമാ ആണ്. ജിമാ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃബന്ധമാണ്. റമദാനിൻ്റെ പകലുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടാൽ നോമ്പന്തിയും മുറിയും. അതേപോലെ തന്നെ 4ാമത്തെ കാര്യം അത് ഹൈലാണ്. ഹൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാസമുറ, ഒരു മാസത്തിൽ എന്ത് ചെയ്യും? അവർക്ക് പീരീഡിൻ്റെ സമയം, അല്ലേ, ഹൈലിൻ്റെ സമയം. അങ്ങനെ ഹൈലിലേക്കൊരു പെണ്ണ് പ്രവേശിച്ചാൽ, നോമ്പുകാരിയായിരിക്കെ ഹൈലിലേക്കൊരു സ്ത്രീ പ്രവേശിച്ചാൽ അവരുടെ നോമ്പന്തിയും ബാത്തിലാകും. അതേപോലെ തന്നെ നിഫാസ്, പ്രസവ രക്തകാരിയായാൽ, നിഫാസ് ബാധിച്ചാൽ ഒരു സ്ത്രീ റമദാനിൻ്റെ പകലിൽ പ്രസവിക്കുകയാണ് എങ്കിൽ ആ കാരണം കൊണ്ട് അവളുടെ നോമ്പ് മുറിയും എന്ന കാര്യത്തിൽ എന്തില്ല? തർക്കമല്ല. മറ്റുള്ള ഏത് വിഷയമാകട്ടെ, ഇപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളായി നമുക്കറിയാവുന്ന പല കാര്യം, അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങളിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് മറ്റുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയത, ഏറ്റവും ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട വിഷയത, ഒന്ന് ജിമാ ആണ്, അഥവാ ശാരീരിക ബന്ധമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധം റമദാനിൻ്റെ പകലിൽ സംഭവിച്ചാൽ അത് നമ്മുടെ നോമ്പ് മുറിയുന്ന കാര്യമാണ്.
പണ്ഡിതന്മാർ പറഞ്ഞു അത് ഏറ്റവും നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമായത്, ഗുരുതരമായത്, ഏറ്റവും വലിയ പാപമായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ജിമാഇനെയാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് ആ ഗൗരവത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ മനസ്സിലാക്കണം. നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു അൽ ഇംസാഖു അനിൽ അക്കലി വശുർബി വൽ ജിമാ എന്നാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കലാണ്. എന്തിൽ നിന്ന് പിടിച്ചു വെക്കലാണ്? ഭക്ഷണപാനീയങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ ജിമായിൽ നിന്ന് നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പിടിച്ചു വെക്കണം. അതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഉഹില്ല ലക്കും ലൈലത സിയാമി റഫതു ഇലാ നിസായിക്കും. ഉഹില്ല ലക്കും, നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. എപ്പോൾ? രാത്രിയിൽ, റമളാനിൻ്റെ പകലുകളിലല്ല, റമളാനിൻ്റെ രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ ഭാര്യമാരുമായി എന്ത് ചെയ്യുക? ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ റമളാനിൻ്റെ പകലിലോ അത് പാടില്ലാത്ത കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ്. റമളാനിൻ്റെ പകലിൽ സംസർഗം നടത്തിയാൽ അത് കുറ്റമാണ്. അതോടൊപ്പം തന്നെ അവൻ്റെ നോമ്പന്തിയും മുറിയുകയും ചെയ്യും. അല്ലാഹു പറഞ്ഞു, വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ സുമ്മ അതിമ്മു സിയാമ ഇലൽ ലൈൽ. സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ ആയത്താണ്. എന്താ അല്ലാഹു പറയും? നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക, പുലരിയുടെ വെളുത്ത ഇഴകൾ കറുത്ത ഇഴകളിൽ നിന്ന് തെളിഞ്ഞു കാണുമാറാകുന്നത് വരെ, എന്നിട്ട് രാത്രിയാകും വരെ നിങ്ങൾ എന്ത് ചെയ്യണം? വ്രതം പൂർണ്ണമായി അനുഷ്ഠിക്കുകയും വേണം. അപ്പോൾ വ്രതത്തിൻ്റെ സമയം പ്രഭാതം മുതൽ പ്രദോഷം വരെ, അഥവാ വൈകുന്നേരം വരെയുള്ള സമയത്തിനിടയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ജിമാ പാടില്ല, ഭാര്യ ഭർത്തൃബന്ധം പാടില്ല. ഈ ആയത്തിറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്. വഹില്ല ലക്കും ലൈലത സിയാമി റഫതു ഇലാ നിസായിക്കും എന്ന് പറയുന്ന ആയത്തിറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ, ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പ് അത് ഏത് നോമ്പായിരുന്നു? അത് ആശൂറ നോമ്പായിരുന്നു. റമളാനിലെ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയപ്പോൾ ആശൂറ നോമ്പ് നിർബന്ധമാണ് എന്ന വിധി ഉയർത്തപ്പെട്ടു. പിന്നെയോ അവർ റമളാനിലെ നോമ്പാണ് നിർബന്ധമാക്കിയത്. ആ റമളാനിലെ നോമ്പിൽ തന്നെ അന്നത്തെ നോമ്പ് എങ്ങനെയാണ്? ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണപാനീയങ്ങൾ, ജിമാ ഇതൊക്കെ ഒഴിവാക്കി നോമ്പ് നോൽക്കും. നോമ്പ് തുറന്നാൽ, ഒരാൾ നോമ്പ് തുറന്നാൽ ആ നോമ്പ് തുറന്ന സമയത്ത് അയാൾ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ച് അയാൾ ഉറങ്ങി എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നോമ്പ് തുറന്ന ഉടനെ അയാൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അയാൾ നോമ്പ് തുറന്ന ഉടനെ എന്ത് ചെയ്തു? നോമ്പ് തുറന്നതിന് ശേഷം അയാൾ ഉറങ്ങിപ്പോയി. ഉറങ്ങിയാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഏതുവരെ? അടുത്ത ദിവസം നോമ്പ് തുറക്കുന്നത് വരെ അയാൾക്ക് ഭക്ഷണപാനീയങ്ങൾ പാടില്ല. അങ്ങനെയായിരുന്നു ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിലെ നോമ്പ്. രാത്രിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നോമ്പ് തുറന്നാൽ എന്ത് ചെയ്യുക? അയാൾക്ക് ആവശ്യമുള്ളത് അപ്പം കഴിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് എത്രയും കഴിക്കുക. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഉറങ്ങിയാൽ ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല അടുത്ത ദിവസം നോമ്പ് തുറക്കുന്നത് വരെ. അങ്ങനെയായിരുന്നു നിയമം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം ഇങ്ങനെ കഴിച്ചുകൂട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിച്ചുകൂട്ടി രാത്രി ഒരുപാട് സമയം നബിയുടെ കൂടെ കഴിച്ചുകൂട്ടിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഭാര്യയുമായി ഇടപഴകാൻ, ഭാര്യയുമായി ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഭാര്യ പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ടുണ്ട് എന്ന് ഭാര്യ പറഞ്ഞു. ഭാര്യ ശരിക്കും യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. മനസ്സിലായില്ലേ? ഉമർലാനി വിചാരിച്ചു അവൾ തന്നെ ഒഴിവാക്കാൻ വേണ്ടി പോയതാണ്, ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹില്ല ലക്കും ലൈലത സിയാമി റഫതു ഇലാ നിസായിക്കും, രാത്രിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ അനുവദനീയമാക്കി തന്നിരിക്കുന്നു എന്ന ആയത്ത് അവതീർണമായത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ പറ്റും. അപ്പോൾ രാത്രി സമയങ്ങളിൽ, നോമ്പിൻ്റെ രാത്രി സമയങ്ങളിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ജിമാ നടക്കുന്നതിന്, ശാരീരിക ബന്ധം നടക്കുന്നതിന് കുഴപ്പമില്ല, അത് അനുവദനീയമാണ്. എന്നാൽ റമളാനിൻ്റെ പകലുകളിലോ അത് ഗൗരവമുള്ള വിഷയമാണ്, അത് വലിയ കുറ്റമാണ്. ഇതെല്ലാവരും പഠിച്ചിരിക്കണം. പല ആളുകൾക്കും ഈ യാഥാർത്ഥ്യം അറിയില്ല, മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത്, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ ഉടനെ അത് സംഭവിച്ചു, വിവാഹം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ അത്ര ഗൗരവത്തിൽ കണ്ടില്ല, അല്ലെങ്കിൽ വിദേശത്തായിരുന്ന ഭർത്താവ് റമളാനിലാണ് വന്നത്, റമളാനിൻ്റെ മുമ്പാണ് വന്നത്, അപ്പം ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ സംഭവിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യും? അത് ഈ വിഷയത്തിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ഈ ഇത്തരത്തിലുള്ള അബദ്ധം ആളുകൾക്ക് സംഭവിക്കും. ഇത് ഗൗരവമുള്ള വിഷയമാണ്. റമളാനിൻ്റെ പകലിൽ ഭാര്യ ഭർത്തൃബന്ധം പാടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരാൾ വന്നു. എന്നിട്ട് നബിനോട് പറയാ, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിൻ്റെ അടുക്കൽ വന്ന ഒരാൾ പറഞ്ഞു, ഹലക്തു യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ നശിച്ചുപോയി. അപ്പം നബി ചോദിച്ചു, വമാ അഹ്ലക, എന്താണ് നിന്നെ നശിപ്പിച്ചത്?
അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു വഖഅതു അലാ ഇംറഅതി ഫി റമളാൻ, റമളാനിൻ്റെ പകൽ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഭാര്യയുമായി സംസർഗത്തിൽ ഏർപ്പെട്ടു. അതാണ് വിഷയം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹൽ തജിദു മാ തുഅതിഖു റഖബ, നിനക്കൊരു അടിമയെ മോചിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ അയാൾ പറഞ്ഞില്ല നബി, എനിക്കതിന് കഴിയുകയില്ല. ഫഹൽ തസ്തതിഉ അൻ തസൂമ ശഹ്റൈനി മുതതാബിഅൈൻ, 2 മാസക്കാലം തുടർച്ചയായി ആ ചെയ്ത തെറ്റിന് പകരമായി നോമ്പ് നോൽക്കാൻ കഴിയോ? അപ്പോൾ അയാൾ പറഞ്ഞില്ല നബി, എനിക്കതിന് കഴിയുകയില്ല. ഫഹൽ തജിദു മാ തുതഇമു 60 മിസ്കീനൻ, 60 മിസ്കീനുകൾക്ക്, 60 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? അപ്പോഴും അയാൾ പറഞ്ഞില്ല നബിയെ, എനിക്കതിന് സാധ്യമല്ല. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീത്താണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു ചില സ്വഹാബികളോട് അയാൾക്ക് ഈത്തപ്പഴം ദാനമായി നൽകാൻ പറഞ്ഞു. അയാൾക്ക് ലഭിച്ച ഈത്തപ്പഴം അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽ കൊണ്ടുപോയി 60 ആളുകൾക്ക് വിതരണം ചെയ്യുകയും ബാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നൽകുകയും ചെയ്തുവെന്ന റിവായത്ത് നമുക്ക് വായിക്കാൻ പറ്റും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൻ്റെ പകലിൽ ഭാര്യ ഭർത്തൃബന്ധം സംഭവിച്ചാലുള്ള കഫാറത്ത് പറഞ്ഞു തരാണ്. എന്താ കഫാറത്ത്? ഒരാൾ എന്ത് ചെയ്യണം? ഒരു അടിമയെ മോചിപ്പിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് സാധ്യമല്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഷഹ്റൈനി മുതതാബിഅൈൻ, 2 മാസക്കാലം തുടർച്ചയായി നോമ്പ് നോൽക്കണം. 2 മാസക്കാലം. ആ 2 മാസക്കാലം തുടർച്ചയായി നോമ്പ് നോൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കാരണം കൊണ്ട് നമ്മൾ നോമ്പ് ഒഴിവാക്കിയാൽ പിന്നെ അവിടെ മുതൽ വീണ്ടും 2 മാസക്കാലം തുടർച്ചയായി നോമ്പ് നോൽക്കണം. അത് ആ വിഷയത്തിൻ്റെ ഗൗരവമാണ് എന്ത് ചെയ്യുന്നത്, ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, നോമ്പ് മുറിയുന്ന കാര്യമാണ് റമളാനിൻ്റെ പകലിൽ ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. ഈ ആയത്തുകളിൽ നിന്ന്, ഹദീത്തുകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ? ഒന്ന്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് നോമ്പിൻ്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ പാഠം. 2, റമളാൻ മാസത്തിലാണ് അത് അവൻ ചെയ്യുന്നതെങ്കിൽ ആ മാസത്തിൻ്റെ പവിത്രതയും പരിശുദ്ധിയും അതിലൂടെ അവൻ എന്ത് ചെയ്യുന്നു, കളഞ്ഞു കുളിക്കുന്നുണ്ട്. അള്ളാഹു ആദരിച്ചതിനെ അവൻ അനാദരിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹ് പറഞ്ഞതാണ് പാടില്ല എന്ന്. റമളാൻ മാസത്തിനൊരു പവിത്രത ഉണ്ട്, റമളാൻ മാസത്തിനൊരു ശ്രേഷ്ഠത ഉണ്ട്. അള്ളാഹു ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച ആ മാസത്തെ നമ്മൾ അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നതിലൂടെ അനാദരിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, റമളാൻ മാസത്തിൻ്റെ പകലിൽ നോമ്പുകാരായിരിക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവൻ ആ നോമ്പ് നോറ്റുവീട്ടുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും താൻ ചെയ്ത തെറ്റിൻ്റെ കഫാറത്ത് എന്ത് ചെയ്യണം, നിർവഹിക്കുകയും ചെയ്യണം എന്നുകൂടെ ഈ ഹദീസും ആയത്തുകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം. എന്താ കഫാറത്ത്? എന്താ? ഒന്ന്, ഒരു മുഅ്മിനായ അടിമയെ മോചിപ്പിക്കുക. അതിനൊന്നും സാധ്യമല്ല, അങ്ങനെ അടിമ സമ്പ്രദായം എന്നില്ല. 2, എന്താ? അടിമയെ മോചിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കുക. മതപരമായ ഒഴിവ് കഴിവില്ലാതെ ഈ 2 മാസങ്ങൾക്കിടയിൽ എന്തൊഴിവാക്കാൻ പാടില്ല? നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. തുടർച്ചയായിട്ട് നോൽക്കണം, തുടർച്ചയായി നോമ്പ് നോൽക്കണം. മൂന്നാമത്തത്, 2 മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയില്ലെങ്കിൽ 60 ദരിദ്രർക്ക് എന്ത് ചെയ്യണം? ഭക്ഷണം നൽകണം. നാട്ടിലെ പൊതുവെ ജനങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നൽകേണ്ടത്. 60 ആളുകൾക്ക് എന്ത് ചെയ്യണം? ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം. മേൽപ്പറഞ്ഞ ഒന്നിനും അയാൾക്ക് പറ്റുന്നില്ല. അടിമയെ മോചിക്കാൻ പറ്റണില്ല, നോമ്പ് നോൽക്കാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ 60 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ അതൊന്നും അയാൾക്ക് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്തപിക്കുക, ഖേദിച്ച് മടങ്ങുക, തൻ്റെ തെറ്റിൽ അയാൾ ഖേദിക്കുക. ഇതാണ് ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? ഇവിടെ ഒരു സംശയമുണ്ട്. ചില ആളുകൾ ചോദിക്കും, റമളാനിൻ്റെ പകലിൽ ഭാര്യ ഭർത്തൃബന്ധം നടന്നാൽ ഭാര്യയും കഫാറത്ത് കൊടുക്കണോ ഭർത്താവും കൊടുക്കണോ, 2 പേരും കൊടുക്കണോ എന്ന് ചോദിക്കാറുണ്ട്. 2 പേരും നൽകേണ്ടതുണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, റമളാനിൻ്റെ പകലിൽ ശാരീരിക ബന്ധത്തിൽ ഭാര്യയും ഭർത്താവും ഏർപ്പെട്ടു. അത് ഭാര്യയെ ഭർത്താവ് നിർബന്ധിച്ചുകൊണ്ടാണ് ചെയ്തത് എങ്കിൽ ഭാര്യയ്ക്ക് അതിനോട് താല്പര്യമില്ല, ഇത് പാടില്ല എന്നൊക്കെ അറിയാം. പക്ഷെ ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അത് ചെയ്യേണ്ടി വന്നത് എങ്കിൽ ഭാര്യ അതിൽ നിന്ന് ഒഴിവാണ്. കാരണം അവൾ കുറ്റക്കാരിയല്ല. മനസ്സിലായില്ലേ? അവൾ കുറ്റക്കാരിയല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഭാര്യയുടെ കൂടെ സമ്മതത്തോടു കൂടെയാണ് ചെയ്യുന്നത് എങ്കിൽ, ഭാര്യയും സമ്മതിച്ചാണ് റമളാനിൻ്റെ പകലിൽ ശാരീരിക ബന്ധം നടന്നത് എങ്കിൽ എന്തു വേണം? അവർ 2 പേരും കഫാറത്ത് നൽകണം. അതാണ് പ്രബലമായ അഭിപ്രായം. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടെങ്കിലും ഏറ്റവും ശരിയായ അഭിപ്രായം എന്താ? 2 പേരും നൽകണം എന്നാണ്. 2 പേരും മനസ്സറിഞ്ഞ് ചെയ്തതാണ് എങ്കിൽ അവർ 2 പേരും കൊടുക്കണം. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അതെല്ലാവർക്കും ഉള്ളതാണ്. ഇതിൽ സ്ത്രീകൾക്ക് ഒഴിവാകുമായിരുന്നെങ്കിൽ, സ്ത്രീകൾക്ക് അതിൽ ഇളവുണ്ടാകുമായിരുന്നെങ്കിൽ അത് പ്രത്യേകം പഠിപ്പിക്കുമായിരുന്നു. മറ്റു പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്കുള്ള ഇളവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്കറിയാം. പക്ഷേ ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 പേരും നൽകണമെന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ രണ്ടുപേരും നൽകണോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായി. ഇനി വേറെ ചില ആളുകൾ ചോദിക്കും, റമദാനിൻ്റെ പകലാണെന്ന കാര്യം മറന്നുകൊണ്ടാണ് സംഭവിച്ചത്. അതൊക്കെ വളരെ വിദൂരതയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. റമദാൻ്റെ പകലാണ് എന്ന് മറന്ന് ഒരു ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, മറന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് മറക്കോ ഇല്ലെന്നൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഓരോരുത്തരും ആലോചിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് റമദാനിൻ്റെ പകലിൽ ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല, അത് നിഷിദ്ധമാണ്. എന്നാൽ രാത്രിയാവാം, അത് അനുവദനീയാണ്. പകലിൽ സംഭവിച്ചാൽ അതിന് കഫാറത്തുണ്ട്, അവർ നോമ്പ് നോറ്റുവിട്ടുകയും വേണം. അതാണ് ഒന്നാമത്തെ നോമ്പ് മുറിയുന്ന കാര്യം. രണ്ടാമത്തത് ഇന്ദ്രിയ സ്ഖലനമാണ്. ഇന്ദ്രിയ സ്ഖലനം സംഭവിക്കുക എങ്ങനെ? ലൈംഗിക ബന്ധം കാരണമായോ, അല്ലെങ്കിൽ ഭാര്യയെ ഭർത്താവിനൊക്കെ ചുംബിച്ചത് കാരണമായോ, ആലിംഗനം ചെയ്തത് കൊണ്ടോ, അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്തത് നിമിത്തമൊക്കെ ഇന്ദ്രിയം സ്ഖലിക്കുകയാണ് എങ്കിൽ നോമ്പ് മുറിയും. മനസ്സിലായി? ഇന്ദ്രിയ സ്ഖലനം സംഭവിച്ചാൽ നോമ്പ് മുറിയും. സ്വന്തം ഇച്ഛപ്രകാരം മനീയ് പുറത്തു കൊണ്ടുവന്നാൽ, മനീയ് പുറത്തു വന്നാൽ എന്ത് ചെയ്യും? നോമ്പ് മുറിയുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സ്വപ്നസ്ഖലനം സംഭവിച്ചു, അയാളുടെ അറിവില്ലാതെയാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യില്ല, അത് നോമ്പിനെ മുറിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ, ആവർത്തിച്ചുള്ള നോട്ടത്തിലൂടെയൊക്കെ എന്ത് ചെയ്യുക, ഇന്ദ്രിയം പുറത്തു വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് നോമ്പിനെ മുറിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബിയുടെ ഹദീത്തിൽ കാണാം, സംഭോഗം ചെയ്തവനോട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ദിവസം എന്ത് ചെയ്യുക, നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വയംഭോഗം ചെയ്യുക എന്നുള്ള നിഷിദ്ധമായ കാര്യമാണ്, പാടില്ലാത്ത കാര്യമാണ്. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവനാണ് നാളെ പരലോകത്ത് വിജയം നേടുന്ന വിശ്വാസികളെന്ന് സൂറത്തുൽ മുഅ്മിനൂനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ നോമ്പ് മുറിയുന്ന കാര്യം ബോധപൂർവം തിന്നുകയോ കുടിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. ബോധപൂർവം തിന്നാൽ, ബോധപൂർവം കുടിച്ചാൽ എന്ത് ചെയ്യും? അവരുടെ നോമ്പ് മുറിയും. നോമ്പിൻ്റെ സമയത്ത് തിന്നാനും കുടിക്കാനും പാടില്ല. അഥവാ പ്രഭാതം മുതൽ, സുബഹിയുടെ ബാങ്ക് കൊടുത്തത് മുതൽ മഗ്രിബിൻ്റെ ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയം, ആ സമയത്തിനിടയിൽ എന്ത് പാടില്ല? തിന്നാനും കുടിക്കാൻ പാടില്ല. നബി പറഞ്ഞു, മൻ നസിയ വഹുവ സ്വഈമുൻ ഫഅകല ഔ ശരിബ ഫൽയുതിമ്മ സൗമഹു ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാഹു. ഈ ഹദീസിലുള്ള പാഠം എന്താ അറിയോ? ഒരാൾ മറന്നുകൊണ്ട് എന്ത് ചെയ്തു? അയാൾ ഭക്ഷിച്ചു, അയാൾ വെള്ളം കുടിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ അവൻ്റെ നോമ്പ് പൂർത്തിയാക്കട്ടെ എന്നാ. കാരണം അവനെ കുടിപ്പിച്ചത്, അവനെ ഭക്ഷിപ്പിച്ചത് അല്ലാഹുവാണ്. മറന്നു കുടിച്ചാൽ ചിലപ്പോൾ മനുഷ്യരാണ് സംഭവിക്കുക. നോമ്പുകാരനാന്ന് മറന്നിട്ട് വെള്ളം കുടിച്ചു, നോമ്പുകാരനാന്ന് മറന്നിട്ട് ഭക്ഷണം കഴിച്ചു. എന്നാൽ ഓർമ്മ വന്നാൽ അപ്പത് നിർത്തണം, വായിലെടുത്ത് കളയും വേണം. മനസ്സിലല്ലേ? എന്നാൽ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ അയാൾ എന്ത് ചെയ്യണം? അയാളുടെ നോമ്പ് ബാത്തിലാകുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ആമാശയത്തിലേക്ക്, നമ്മുടെ വയറ്റിലേക്ക്, നമ്മുടെ ശരീരത്തിന് പോഷണം നൽകുന്ന വല്ലതും പ്രവേശിക്കുകയാണെങ്കിൽ നോമ്പ് മുറിയുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള, നമ്മുടെ വയറ്റിലേക്ക് ഭക്ഷണം എത്താനുള്ള ശരിക്കുള്ള വഴി ഏതാ? ഒന്ന് വായാണ്. അതേപോലെ തന്നെ മൂക്കിലൂടെ എന്ത് ചെയ്യും? അപ്പോൾ മൂക്കിലൂടെയോ വായിലൂടെയോ ഒക്കെ നമ്മുടെ ആമാശയത്തിലേക്ക് എത്തുന്ന, നമ്മുടെ ശരീരത്തിന് പോഷണം നൽകുന്ന വല്ലതും എത്തുകയാണെങ്കിൽ നോമ്പ് മുറിയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരായിരിക്കെ നിങ്ങൾ വുദുവെടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം, അത് മൂക്കിൻ്റെ അറ്റത്തോളം എത്തിക്കണം എന്ന് പറഞ്ഞു. ആണെങ്കിൽ അവർക്കതിൽ ഇളവ് നൽകി. നോമ്പുകാരാണെങ്കിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ മൂക്കിൻ്റെ അറ്റത്തേക്ക് എത്തിക്കേണ്ടതില്ല. കാരണം നോമ്പ് മുറിയാനുള്ള, വെള്ളം ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചാൽ, വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയും. അതിലെന്തില്ല, അതിൽ സംശയമില്ല. അറിഞ്ഞുകൊണ്ടായിരിക്കണം, മനഃപൂർവ്വമാകാൻ പാടില്ല. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ഒരു മസ്അല പറയാനുള്ളത്, ഇപ്പം നമ്മൾ അത്താഴത്തിന് എഴുന്നേറ്റു. ഇൻഷാ അല്ലാഹ് അത്താഴം മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത്താഴത്തിന് എഴുന്നേറ്റ സമയത്ത് നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത്. അപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ ആ പാത്രത്തിലുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കാൻ നിർത്തേണ്ടതില്ല, നമുക്കത് കഴിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ അഹദുകുമുൻ നിദാ വൽ ഇനാഉ അലാ യദിഹി ഫലാ യലഅഹു ഹത്താ യഖ്ലി ഹാജതഹു മിൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാ. ഭക്ഷണപാത്രം കയ്യിലുണ്ടായിരിക്കെ നിങ്ങളിൽ ആരെങ്കിലും നമസ്കാരത്തിലേക്കുള്ള വിളി കേട്ട് കഴിഞ്ഞാൽ തൻ്റെ ആവശ്യം കഴിയുന്നത് വരെ അത് താഴെ വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇതൊരു എന്നും തെളിവാക്കേണ്ട ഒരു സാധനമല്ല, വല്ലപ്പോഴൊക്കെ സംഭവിക്കാം.
നമ്മളൊന്ന് എഴുന്നേക്കാൻ നേരം വൈകി, അത്താഴത്തിന് എഴുന്നേക്കാൻ നേരം വൈകി, അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്തത്, ബാങ്ക് വിളിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണ്ട, ബാങ്ക് വിളിച്ചു, ഇനി ഒന്നും തിന്നാൻ പറ്റൂല എന്ന് പറഞ്ഞ് നമ്മളത് എടുത്തു വെക്കേണ്ടതില്ല. ആ പാത്രത്തിലുള്ളത്, നമുക്ക് ആവശ്യമുള്ളത് ആ പാത്രത്തിൽ നിന്ന് കഴിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നോമ്പ് പൂർത്തീകരിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഭക്ഷണം വായിലുണ്ടായിരിക്കുക, ബാങ്ക് കൊടുത്താൽ അത് തുപ്പിക്കളയേണ്ട ആവശ്യമില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അത് പിന്നെ ഇപ്പം സയ്യിദ് സാബിഖിനെ പോലെയുള്ള പണ്ഡിതന്മാർ അവർ ഭക്ഷണം വായിലുണ്ടായിരിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്താൽ അത് തുപ്പിക്കളയണമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തിന് മറുപടി ആയിക്കൊണ്ടാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ കൊണ്ടുവന്നത്. അപ്പോൾ തൻ്റെ കയ്യിൽ ഭക്ഷണത്തളിക ഉണ്ടായിരിക്കെ ബാങ്ക് കൊടുക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ തൻ്റെ ആവശ്യം നിർവഹിക്കുന്നത് വരെ എന്ത് ചെയ്യുക, അത് താഴെ വെക്കേണ്ടതില്ല, അയാൾക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നതിന് പുറമെ ശരീരത്തിന് പോഷണം ലഭിക്കുന്ന രീതിയിൽ ഗ്ലൂക്കോസ്, രക്തം സ്വീകരിക്കുക എന്നതെല്ലാം നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായി? ഗ്ലൂക്കോസ് കയറ്റിയാൽ എന്ത് ചെയ്യും, നോമ്പ് മുറിയും. അത് ശരീരത്തിന് പോഷണം ലഭിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ ലക്ഷ്യത്തിന് വേണ്ടിയല്ലാതെ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നത് നോമ്പ് മുറിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ലക്ഷ്യത്തിന് വേണ്ടിയല്ല, ശരീരത്തിന് പോഷണം. ഇപ്പം ഗ്ലൂക്കോസ് കയറ്റുന്ന എന്തിനാ, എനർജി ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയല്ലാതെ കേവലം ഒരു മരുന്ന് എന്ന നിലയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ഷൻ അടിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഞാനത് തുടക്കത്തിൽ പറഞ്ഞത്, ഈ വിഷയങ്ങളിലൊക്കെ രണ്ട് അഭിപ്രായമുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല എന്താ അറിയോ, ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന ആൾക്കാർ നോമ്പ് തുറന്നതിന് ശേഷം എടുക്കുക. അത് ഏറ്റവും നല്ല അതാണ്. ഇഞ്ചക്ഷൻ എടുക്കുന്ന ആൾക്കാർ നോമ്പ് തുറന്നതിന് ശേഷം എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും അനുയോജ്യമായ കാര്യം. അതേപോലെ തന്നെ തുള്ളി മരുന്നുകൾ, കണ്ണിലും ചെവിയിലും തുള്ളി മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. കണ്ണിലും ചെവിയിലും. കാരണം കണ്ണും ചെവിയും എന്നുള്ളത് എന്തല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ ആമാശയത്തിലേക്ക് ഭക്ഷണം എത്താനുള്ളൊരു വഴിയല്ല. മനസ്സിലായി? അതിലൂടെ എത്തുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. അതുകൊണ്ട് തന്നെ കണ്ണിൽ മരുന്നുറ്റിച്ചാൽ, അതേപോലെ തന്നെ ചെവിയിൽ മരുന്നുറ്റിച്ചാൽ എന്ത് ചെയ്യില്ല, നോമ്പ് മുറിയില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതേപോലെ തന്നെ സുറുമട, ഇപ്പോൾ സ്ത്രീകൾ സുറുമ ധരിക്കാറുണ്ട് അല്ലേ, സുറുമ ഇടുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നോക്കൂ, നിങ്ങൾ ജിമാ സംഭവിച്ചാൽ, ഭക്ഷണപാനീയം കഴിച്ചാൽ നോമ്പ് മുറിയും. അതുമായി ബന്ധപ്പെട്ട മസ്അലകൾ നമ്മൾ മനസ്സിലാക്കി. ഇനിയോ അതേപോലെ തന്നെ ഇനി അടുത്തൊരു വിഷയമാണ് പിന്നെ ഛർദ്ദിക്കുക എന്നുള്ളത്. ഛർദ്ദിച്ചാൽ എന്ത് ചെയ്യും, മനഃപൂർവ്വം ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. മനഃപൂർവ്വം ഛർദ്ദിക്കണം. ഇവിടെ പ്രത്യേകം പഠിക്കേണ്ട കാര്യം എന്താ, വായിൽ വിരലിട്ടോ മറ്റോ ബോധപൂർവം ഛർദ്ദിക്കുന്നത് അയാളുടെ നോമ്പിനെ മുറിച്ച് കളയും. എന്നാൽ ഒരാൾ എന്ത് ചെയ്തു, അയാൾ അറിയാതെ ഛർദ്ദിച്ചു, അതെന്ത് ചെയ്യില്ല, അയാളുടെ നോമ്പിനെ മുറിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി പറയാ, ഛർദ്ദി ആരെയെങ്കിലും കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ അവൻ നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല. അഥവാ മനഃപൂർവ്വം അല്ലാതെ ഒരാൾ ഛർദ്ദിച്ചാണ്, അപ്പം എന്തില്ല, പ്രശ്നമല്ല. എന്നാൽ ബോധപൂർവം ഛർദ്ദിച്ചവൻ എന്ത് ചെയ്യണം, നോമ്പ് നോറ്റ് വീട്ടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതേപോലെ തന്നെ അടുത്തൊരു വിഷയം ആർത്തവവും പ്രസവവുമാണ്. നോമ്പ് മുറിയുന്ന ഉറപ്പായ സംശയമില്ലാത്ത കാര്യമാണ്. നോമ്പിൻ്റെ അവസാന നിമിഷങ്ങളിലായാൽ പോലും ആർത്തവ രക്തമോ പ്രസവ രക്തമോ പുറപ്പെട്ടത് തുടങ്ങിയാൽ എന്ത് ചെയ്യണം, അവരുടെ നോമ്പ് അന്നത്തേത് ബാത്തിലാകും. അവരെന്ത് ചെയ്യണം, ആ നോമ്പ് മറ്റൊരു ദിവസം നോറ്റ് വീട്ടണം. ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മസാല നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ചെറുതായി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഹൈലുകാരിയും നിഫാസുകാരിയും നോമ്പ് നോൽക്കൽ ഹറാമാണ്, നോമ്പ് നോക്കാൻ പാടില്ല. അവർ ആ നഷ്ടപ്പെടുന്ന നോമ്പുകൾ എന്ത് ചെയ്യണം, മറ്റൊരു സമയത്ത് നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഹിജാമ ചെയ്യാന്ന് പറയും. ഹിജാമ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തിൽ നിന്ന് മോശമായ രക്തത്തെ പുറത്ത് കളയുക, അതാണ് ഹിജാമ. അതിന് പ്രത്യേക സംവിധാനമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഹിജാമ സെൻ്ററുകളുണ്ട്. അത് സുന്നത്തായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും ഹിജാമയിൽ രോഗശമനമുണ്ട്. ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾ ഹിജാമ ചെയ്യാത്തവരാണ് എങ്കിൽ ജീവിതത്തിൽ എന്ത് ചെയ്യണം, ഹിജാമ ചെയ്യണം. പറ്റുന്ന ആൾ വർഷത്തിലൊരിക്കലെങ്കിലൊക്കെ ചെയ്യണം. നമ്മുടെയൊക്കെ നാട്ടിൽ അതിനുള്ള സെൻ്ററുകൾ ഇപ്പം ഉണ്ട്. ഒരുപാട് ഹദീത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചികിത്സിക്കുന്നവയിൽ ഗുണമുണ്ടെങ്കിൽ അത് ഹിജാമ ചെയ്യുന്നതിലാണ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം. ജനങ്ങൾ ചെയ്യുന്ന പ്രയോജനകരമായ ചികിത്സകളിൽപ്പെട്ടതാണ് ഹിജാമ ചെയ്യൽ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ അറിയിച്ചിരിക്കുന്നു എന്ന് ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രമാസത്തിലെ 17, 19, 21 തീയതികളിൽ ഒന്നിൽ നിങ്ങൾ ഹിജാമ ചെയ്യുക. നിങ്ങളുടെ രക്തം പതക്കാനും അത് നിങ്ങളെ വധിക്കാനും ഇടവരരുത് എന്ന് ബസാർ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം. ഹിജാമ ചെയ്യാൻ അനുയോജ്യമായ ദിവസമാണ് ഏത്? 17 അറബി മാസങ്ങളിലെ
17, 19, 21 തീയതി, ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. ഇതല്ലാത്ത ദിവസങ്ങളിലും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഹിജാമ ചെയ്യാവുന്നതാണ്. എന്നാൽ റമളാനിൻ്റെ പകലിൽ ഹിജാമ ചെയ്താൽ നോമ്പ് മുറിയുമെന്ന് ഒരുപക്ഷം പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോമ്പ് മുറിക്കാൻ തീരുമാനിച്ചെന്നൊരു നിയ്യത്ത് വെച്ചാൽ നോമ്പ് മുറിയും. മനസ്സിലായോ? ഞാൻ നോമ്പ് മുറിക്കാണെന്ന് തീരുമാനിച്ച ഒരാൾ, അയാൾ ഉദ്ദേശിച്ചു, അങ്ങനെ ഉദ്ദേശിച്ചാൽ തന്നെ എന്ത് ചെയ്യും? അയാളുടെ നോമ്പ് മുറിയും. നോമ്പ് മുറിക്കാൻ തീരുമാനിച്ചാൽ ഒന്നും ഉള്ളിൽ ചെന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നോമ്പ് മുറിയുമെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. നോമ്പിൻ്റെ ഉദ്ദേശം പ്രദോഷം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. അപ്പം എന്ത് ചെയ്തു? ഒരാൾ ഞാൻ ഉറപ്പായി നോമ്പ് മുറിക്കുന്നു എന്ന് ഉദ്ദേശിച്ചാൽ തന്നെ അയാളുടെ നോമ്പ് മുറിയുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഒരാൾ യാത്രയിലാണ്. യാത്രയിൽ നോമ്പ് തുറക്കേണ്ട സമയമായി. നോമ്പ് തുറക്കേണ്ട നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, എടുത്തിരിക്കുന്ന ആളടുത്ത് ഒന്നുമില്ല. എങ്ങനെ നോമ്പ് തുറക്കുക? നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ ഒരു അരമണിക്കൂർ ഓടാനുണ്ട്, ബാങ്ക് നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിസ്മി ചൊല്ലി നമ്മൾ നോമ്പ് മുറിച്ചിരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി, നോമ്പ് മുറിയും. നോമ്പ് തുറക്കലായി പരിഗണിക്കും. പിന്നെ അയാൾ വെള്ളം കിട്ടുന്ന ഏറ്റവും അടുത്ത സമയത്ത് വെള്ളം കിട്ടുമെന്ന് ചെയ്താൽ മതി. അയാൾ പിന്നെ വെള്ളം കുടിച്ചാൽ മതി, ഭക്ഷണം കഴിച്ചാൽ മതി, പ്രശ്നമല്ല. അപ്പോൾ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം. അപ്പോൾ ഒന്നുമില്ലാത്ത ഒരാൾ, പണ്ഡിതന്മാർ പറഞ്ഞത്, അയാൾ നോമ്പ് മുറിക്കുകയാണ്, നോമ്പ് തുറക്കുകയാണ് എന്ന് ഉദ്ദേശിച്ചാൽ തന്നെ എന്ത് ചെയ്യും? അയാളുടെ നോമ്പ് മുറിയും. അതേപോലെ ഒരാൾ നോമ്പിൻ്റെ പകലിൽ ഞാൻ നോമ്പ് മുറിക്കാൻ തീരുമാനിച്ചു, ഉറപ്പിച്ച് തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അത് അയാളുടെ നോമ്പ് മുറിക്കുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോണ്. നോമ്പ് മുറിയണമെങ്കിലുള്ള നിബന്ധനകളുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ നോമ്പ് മുറി എന്ന് പറഞ്ഞല്ലോ. ആ നോമ്പ് മുറിയണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ഒന്ന്, 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക? നോമ്പ് മുറിയ. 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു, മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടെല്ലാം നോമ്പ് മുറിയും. അത് ചെയ്തത് മനഃപൂർവം നോമ്പുകാരനാണ് എന്ന് ഓർമ്മയുണ്ടായിരിക്കുക, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തായിരിക്കണം. 3 കണ്ടീഷനാണ്. ഒന്നെന്താ? ചെയ്തത് മനഃപൂർവ്വമായിരിക്കണം, നോമ്പുകാരനാണ് എന്ന് ഓർമ്മ ഉണ്ടായിരിക്കണം, സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നോമ്പ് മുറിയുമെന്നാണ്. അയ്യക്കൂന സ്വാഇമു ആലിമൻ ബിൽ ഹുക്ം, നോമ്പിൻ്റെ വിധിവിലക്കുകളെ കുറിച്ച് അറിവുള്ളവനായിരിക്കണം. ഇപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നോമ്പ് മുറിയും എന്നൊരാൾക്കറിയാം, എന്നിട്ട് അയാൾ അത് ചെയ്താലാണ് അയാളുടെ നോമ്പ് മുറിയുക. ഒരാൾക്ക് അറിയില്ല, അതിനെക്കുറിച്ച് അറിവില്ല, അങ്ങനെയാണെങ്കിൽ അയാളുടെ നോമ്പ് മുറിയില്ല. മനസ്സിലല്ലേ? അറിയാം, അത് നമുക്കറിയാം, എനിക്കറിയോ ഇല്ല എന്നുള്ള പഠിച്ചവനും അറിയാം, നമുക്കും അറിയാം. അപ്പോൾ അറിവുള്ളവനായിരിക്കണം. കാരണം എന്താ? അറിയാതെ ചെയ്തതിന് പഠിച്ചോ നമ്മളെ പിടികൂടില്ല. റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന, സൂറത്തുൽ ബഖറയിൽ അത് പറഞ്ഞത്. മറന്ന് ചെയ്തത്, അറിയാതെ ചെയ്ത്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അള്ളാഹു ഇളവ് നൽകും, അള്ളാഹു മാപ്പ് നൽകും. അതുകൊണ്ട് തന്നെ നോമ്പ് മുറിയുന്ന കാര്യമാണ് ഇത് എന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്ത് ചെയ്യണം? യകൂന ദാക്കിറൻ, ഓർമ്മ ഉണ്ടായിരിക്കണം, നോമ്പുകാരനാണ് എന്ന് ഓർമ്മ ഉണ്ടായിരിക്കണം. അതാണ് നേരത്തെ നമ്മൾ കേട്ട ഹദീസ്, മൻ നസിയ വഹുവ സ്വഈമുൻ, ഒരാൾ നോമ്പുകാരനായിരിക്കും, അയാൾ മറന്നുപോയി, ഫഅക്കല, അങ്ങനെ അവൻ തിന്നു, ഔഷരിബ്, അല്ലെങ്കിൽ അവൻ കുടിച്ചു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവൻ ഓർമ്മ വരുമ്പോൾ അവന് നിർത്തണം. ഞാൻ ഇപ്പം എന്തായാലും കുടിച്ചു, ഇനി ഇത് പൂർത്തിയാക്കുക, അങ്ങനെ പറ്റൂല. അപ്പം അവസാനിപ്പിക്കണം, വായിലെടുത്ത് കളയണം, എന്നിട്ട് അവൻ നോമ്പ് പൂർത്തിയാക്കണം. ഓർമ്മയുണ്ടായിരിക്കെ ഞാൻ നോമ്പൊക്കെ നോറ്റിട്ടുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പുണ്ട്, നോറ്റുകണമെന്ന് ഓർമ്മയുണ്ട്, എന്നിട്ട് അവൻ വെള്ളം കുടിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ, അതേപോലെ തന്നെ മനഃപൂർവ്വം ഛർദ്ദിച്ചാൽ, ഇന്ദ്രിയം പുറത്തു വന്നാൽ, ജിമാ നടത്തിയാൽ അവൻ്റെ നോമ്പ് എന്ത് ചെയ്യും? ബാത്തിലാകും. അതാണ് ഓർമ്മയായിരിക്കണം. മൂന്നാമത്തെ എന്താ? സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം. സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം. ഒരാൾ നിർബന്ധിച്ച് നമ്മളെ പിടിച്ച് കഴുത്തിന് പിടിച്ചിട്ട് വെള്ളം കുടിക്കടാ എന്ന് പറഞ്ഞു, വേറെ രക്ഷയില്ല, വെള്ളം കുടിക്കല്ലാതെ. നമുക്ക് ആഗ്രഹമുണ്ട് കുടിക്കാതിരിക്കാം, പക്ഷെ നമ്മളെ നിർബന്ധിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യില്ല? നോമ്പ് മുറിയില്ല. അതാണ് ജിമാഇൻ്റെ വിഷയത്തിൽ ഭാര്യ ഭർത്താവ് നിർബന്ധിച്ചു, ഭാര്യ ഭർത്തൃ ബന്ധത്തിന് വേണ്ടിയിട്ട്. ഭാര്യ പറഞ്ഞു നോമ്പാണ്, പാടില്ല, പക്ഷെ ഭർത്താവ് നിർബന്ധിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവൾ കുറ്റക്കാരിയല്ല, അവൾ പ്രശ്നക്കാരിയല്ല, അവൾക്ക് നോമ്പ് എന്ത് ചെയ്യുക? പൂർത്തിയാക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞവ കാണാൻ പറ്റും. അപ്പോൾ സഹോദരങ്ങളെ, സഹോദരികളെ, നോമ്പ് മുറിയുന്ന കാര്യങ്ങളും ആ നോമ്പ് മുറിയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ, മനസ്സിലാക്കാൻ, ആത്മാർത്ഥമായി നോമ്പ് നോൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റു ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടെ ചർച്ച ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. എല്ലാവരും നേരത്തെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ
എത്തിച്ചേരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുക. നോമ്പിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 4 ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അറിയാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഇതിൻ്റെ ഓഡിയോ അതേപോലെ തന്നെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക. അവരൊക്കെ പഠിക്കട്ടെ. അവരാ പഠിക്കുന്നതിലൂടെ, അവർ പ്രവർത്തിക്കുന്നതിലൂടെ അതിൻ്റെ ഒരു അജ്ർ, അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് എല്ലാവർക്കും ലഭിക്കും. അതുകൊണ്ട് തന്നെ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കാൻ, റമദാനിലെ നോമ്പുകൾ നോൽക്കാൻ, റമദാനിലെ നന്മകൾ കൂടുതൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.